നിന്നെ കണ്ട് കൊതി തീർന്നോരു കണ്ണുകളുണ്ടോ? നിന്നെ തൊഴുത് തൃപ്തിയടഞ്ഞ കൈകളുണ്ടോ? നിന്നെ കുമ്പിട്ടാശ ശമിച്ച ശിരസുകളുണ്ടോ? നിന്റെ നാമം പാടിമടുത്തൊരു നാവുകളുണ്ടോ? അയ്യപ്പ അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ. ഒരു ചെറിയ ശബരിമല യാത്രയാണ് ഇന്നത്തെ വീഡിയോ. ദുബായിൽ നിന്ന് വന്നതിന് ശേഷം മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് അയ്യപ്പനെ ഒന്ന് കാണുന്നത്. കൊറോണയ്ക്ക് ശേഷം ഞാൻ അധികമൊന്നും ഈ ശബരിമല കയറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ഒരാളായതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ മനസ്സിലേക്ക് വരാറുണ്ട് ഈ ശബരിമല എന്നത്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഇതിൻ്റെ തൊട്ട് തന്നെ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങാണ്. ഇതിപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തൊരു ബിൽഡിങ്ങാണ്. അയ്യപ്പന്മാർക്ക് താമസിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായി ഗംഭീരമായിട്ടുള്ളൊരു ബിൽഡിങ് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരുന്ന ആളുകൾക്കൊക്കെ ഇത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ നൽകുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് അയ്യപ്പസ്വാമിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ശബരിമല തീർത്ഥാടന വിശ്രമ കേന്ദ്രം ഇവിടെ ഓപ്പണായിട്ടുണ്ട്. എന്തായാലും കോട്ടയത്ത് വരുന്ന സ്വാമി ഭക്തർ ഇവിടെ വന്ന് റെസ്റ്റ് എടുത്ത് സുഖസുന്ദരമായിട്ട് ഇവിടുന്ന് നമുക്ക് പമ്പയിലേക്ക് ബസ് ഇതിന് തൊട്ട് തന്നെ ഉള്ള സ്റ്റാൻഡല്ല, ഇവിടെ ഈ ഒരു കെട്ടിടത്തിൻ്റെ തൊട്ട് തന്നെയാണ്, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പമ്പയിലേക്കുള്ള ബസ്സൊക്കെ. അപ്പോൾ എന്തായാലും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സ്വാമിമാർക്ക് തീർത്തും സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഇത് നിസ്സംശയം പറയാം. അപ്പോൾ ഞാനിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് എപ്പോഴും ശബരിമല എൻ്റെ യാത്രകൾ അധികവും ഇതുവരെയും ഒറ്റയ്ക്ക്, കൂട്ടുകാരടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കൂടിയും ഒറ്റയ്ക്കുള്ള യാത്രയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ അങ്ങനെ തന്നെയാണ് പോകാറുള്ളത്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഗുരുസ്വാമിയൊക്കെ വന്ദിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ യാത്രയിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് എരുമേലിയാണ്. വാവര് പള്ളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ബസ്സിന് സ്റ്റോപ്പുണ്ട്, പക്ഷേ നമുക്കവിടെ ഇറങ്ങി തിരിച്ചു വരാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പമ്പയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പമ്പയിലെ വിശേഷങ്ങളും അതുപോലെ ശബരീശ്വരൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരു യാത്ര തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങളെ ഒപ്പം ഉണ്ടാവുക. അയ്യപ്പൻ്റെ ഈ ഒരു യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് യാത്ര ആരംഭിക്കാം അല്ലേ.